ഹായ് ഓൾ, എല്ലാവർക്കും ഇൻഫോസ്ഫിയറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്ന ചാപ്റ്ററിന് ശേഷം വരുന്ന ഗ്രാമർ ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ ഈ ഫസ്റ്റ് യൂണിറ്റിലെ കംപ്ലീറ്റ് ഗ്രാമർ പോർഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. ലെറ്റ്സ് പ്ലേ വിത്ത് വേർഡ്സ് എന്നാണ് ആദ്യത്തെ ഭാഗം. അതിൽ ആക്ടിവിറ്റി 1 വരുന്നത് റീഡ് ദ ഗിവൻ സെന്റൻസ് കെയർഫുള്ളി. I had long been racking my brains for some way of showing him my gratitude. അതിനുശേഷം അവിടെ ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടി വളരെ ടെൻഷന്റെ തല പുകഞ്ഞ് ആലോചിക്കുകയാണ്. അതിന് ക്യാപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഐ റാക്ഡ് മൈ ബ്രെയിൻ ട്രൈങ് ടു റിമെമ്പർ ഹിസ് നെയിം എന്നാണ്. വാട്ട് ഡു യു തിങ്ക് ഇസ് ദ മീനിങ് ഓഫ് ദ എബവ് ഇമേജ് ആൻഡ് ക്യാപ്ഷൻ? ഇപ്പൊ നേരത്തെ തന്ന ഇമേജും അതിന്റെ ക്യാപ്ഷനും കാണിക്കുന്നത് എന്ത് അർത്ഥാണെന്നാണ്. നമ്മൾ മലയാളത്തിൽ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലേ, ഞാൻ തല പുകഞ്ഞ് ആലോചിച്ചു എന്ന്. അപ്പൊ ഇവിടെ റാക്കിംഗ് മൈ ബ്രെയിൻ, ഞാൻ തല പുകഞ്ഞ് ആലോചിച്ചു, അവന്റെ പേരൊന്ന് ഓർത്തെടുക്കാൻ. അതുപോലെ അവനോട് എങ്ങനെയാണ് ഞാൻ നന്ദി കാണിക്കേണ്ടത് എന്ന് ഞാൻ തല പുകഞ്ഞ് ആലോചിച്ചു എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. ദ സ്പീക്കർ ഹാഡ് ബീൻ തിങ്കിങ് വെരി ഹാർഡ് ഫോർ എ ലോങ് ടൈം അബൌട്ട് ഹൗ ടു താങ്ക് ഹിം. അപ്പൊ കുറെ സമയം നമ്മൾ വളരെ കഠിനമായിട്ട് ആലോചിക്കുന്നതിനെയാണ് റാക്കിംഗ് മൈ ബ്രെയിൻസ് എന്ന് പറയുന്നത്. ദ പിക്ചർ ഗിവ്സ് യു an ഐഡിയ അബൌട്ട് ദ മീനിങ് ഓഫ് ദ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ റാക്ക് വൺസ് ബ്രെയിൻ. അപ്പം നേരത്തെ നമ്മൾ കണ്ട ചിത്രത്തിൽ കാണാം അല്ലെ, ആ കുട്ടി തല പുകഞ്ഞ് ആലോചിക്കുന്നത്. അതിനർത്ഥം വരുന്നത് ഇറ്റ് മീൻസ് ടു മേക്ക് എ ഗ്രേറ്റ് എഫേർട്ട് ടു തിങ്ക് ഓഫ് ഓർ റിമെമ്പർ സംതിങ്. വളരെ ബുദ്ധിമുട്ടിയിട്ട് ഒരു കാര്യം ഓർത്തെടുക്കുകയോ ആലോചിക്കുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ റാക്ക് വൺസ് ബ്രെയിൻ, തല പുകഞ്ഞ് ആലോചിക്കുക എന്ന് പറയുന്നത്. ഇത് ഒരു ഇഡിയം എന്നുള്ളതിന് ഉദാഹരണമാണ്, ഇഡിയോമാറ്റിക് എക്സ്പ്രഷന് ഉദാഹരണമാണ് റാക്ക് വൺസ് ബ്രെയിൻ എന്ന്. ഇനി അതുപോലെ വേറൊരു ഇഡിയം ഗസ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അതിലെന്താണ്, ഒരാൾ ഒരു കുട പിടിച്ചു പോവാണ് അല്ലെ, മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുന്നത് പോലെ എന്താണ് അവിടെ പെയ്യുന്നത്? ഡോഗ്സും കാറ്റ്സും ഒക്കെയാണ് പെയ്യുന്നത്. അപ്പൊ ഈ ഇഡിയം നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്നാണ് ഈ ചിത്രം കാണിച്ചു തരുന്ന ഇഡിയം. അപ്പൊ അതിനർത്ഥം എന്താണ്? പൂച്ചയും ഡോഗും ഒക്കെ മഴ പോലെ പെയ്യുക എന്ന് പറയുമ്പോൾ അതിനർത്ഥം വരുന്നത് ഇറ്റ്സ് റെയിനിങ് ഹെവിലി എന്നാണ്. വളരെ ശക്തമായ മഴ പെയ്യുന്നു, കോരിച്ചൊരിയുന്ന മഴ എന്നൊക്കെ പറയില്ലേ, ആ അർത്ഥം വരുന്ന ഇഡിയമാണ് ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. അപ്പൊ നമ്മൾ 2 ഇഡിയംസ് കണ്ടു അല്ലെ. ഇഡിയം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഒരു ഭാഷാ ശൈലിയാണ്. അതിന്റെ അർത്ഥം ലിറ്ററൽ മീനിങ് അല്ല, അതില് എഴുതിയിരിക്കുന്ന അതേ അർത്ഥമല്ല, പക്ഷെ അത് വേറൊരു അർത്ഥത്തിനെ സജസ്റ്റ് ചെയ്യുന്നു. അങ്ങനത്തെ സെന്റൻസുകളെയാണ് നമ്മൾ ഇഡിയം എന്ന് പറയുന്നത്. ഇപ്പം തല പുകഞ്ഞ് ആലോചിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ തല പുകയാണോ? അല്ല അല്ലെ, നമ്മള് കുറച്ച് കഠിനമായിട്ട് ആലോചിക്കുകയാണ്. അതുപോലെ ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ പൂച്ചയും നായയും അല്ല പെയ്യുന്നത്, ഹെവി റെയിൻ ആണ് പെയ്യുന്നത്. അപ്പൊ അവിടെ ലിറ്ററൽ ആയിട്ട് അതിനുള്ള ആ വാക്കുകളുടെ അർത്ഥമല്ല വരുന്നത്, മറിച്ച് വേറൊരു അർത്ഥത്തിനെയാണ് ഇഡിയംസ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ കുറച്ച് ഇഡിയംസ് തന്നിട്ടുണ്ട്. അതിന്റെ മീനിങ്ങും അതുപയോഗിച്ച് സെന്റൻസ് ഉണ്ടാക്കാനുമാണ് പറഞ്ഞിരിക്കുന്നത്. Can you now visualize the following idioms and make sentence with each of them? ഏതൊക്കെയാണ് ആ ഇഡിയംസ് നമുക്ക് തന്നിരിക്കുന്നത്? Hold your tongue, spill the beans, a piece of cake, the icing on the cake. ഇതൊക്കെയാണ് നമുക്ക് അർത്ഥം കണ്ടുപിടിക്കാനായിട്ട് തന്നിരിക്കുന്ന ഇഡിയംസ്. Create an idiom dictionary and enjoy using the idioms you have collected. You may use the template. അപ്പൊ നമുക്കൊരു ടെംപ്ലേറ്റ് തന്നിട്ടുണ്ട്. ഒരു ഇഡിയം, അതിന്റെ ഡെഫിനിഷൻ എന്താണ്, മീനിങ് എന്താണ്, പിന്നെ അത് ഉപയോഗിച്ച ഒരു സെന്റൻസ്. അപ്പൊ ഈ രീതിയിൽ ഇഡിയം ഡിക്ഷണറി നിങ്ങളോട് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കിനി ഓരോ ഇഡിയംസിന്റെയും മീനിങ്ങും അതുപയോഗിച്ചുള്ള സെന്റൻസും നോക്കാം. അതിൽ ആദ്യത്തെ ഇഡിയം ഏതാണ്? ഹോൾഡ് യുവർ ടങ് എന്നാണ് അല്ലെ. അതിന്റെ മീനിങ് വരുന്നത് ടു കീപ് സൈലന്റ് ഓർ സ്റ്റോപ്പ് സ്പീക്കിംഗ്. സൈലന്റ് ആവുക അല്ലെങ്കിൽ സംസാരം നിർത്തുക എന്നുള്ള ഒരു അർത്ഥമാണ് ഹോൾഡ് യുവർ ടങ് എന്നുള്ള ഇഡിയമിന്റെ മീനിങ് വരുന്നത്. അതുപയോഗിച്ച ഒരു സെന്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെൻ ദ ടീച്ചർ വാസ് എക്സ്പ്ലെയിനിങ് ദ ലെസൺ ഐ ഹെൽഡ് മൈ ടങ് ആൻഡ് ലിസൺ കെയർഫുള്ളി. ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ നിശബ്ദയായിട്ട് അത് കേട്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നിശബ്ദയായിരുന്നു എന്ന് പറയുന്നതിനാണ് ഇവിടെ ഐ ഹെൽഡ് മൈ ടങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഹോൾഡ് യുവർ ടങ് എന്ന് പറഞ്ഞാൽ ടു കീപ് സൈലന്റ് ഓർ സ്റ്റോപ്പ് സ്പീക്കിംഗ് എന്നാണ് അർത്ഥം. അടുത്ത ഇഡിയം വരുന്നത് സ്പിൽ ദ ബീ എന്നാണ്. അതിന്റെ മീനിങ് വരുന്നത് എന്താണ്? ടു റിവീൽ എ സീക്രട്ട് ആക്സിഡന്റലി. അറിയാതെ നമ്മളൊരു രഹസ്യം പറഞ്ഞു പോകുന്നതിനെയാണ് സ്പിൽ ദ ബീ എന്ന് പറയുന്നത്. രവി സ്പിൽ ദ ബീൻസ് അബൌട്ട് ദ സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി. ഇപ്പൊ നമ്മള് സർപ്രൈസ് ആയിട്ട് നടത്താൻ വിചാരിച്ചിരുന്ന ബർത്ത്ഡേ പാർട്ടിയെ പറ്റി അറിയാതെ രവി പറഞ്ഞുപോയി. അപ്പൊ അതിനെയാണ് സ്പിൽ ദ ബീൻ എന്ന് പറയുന്നത്, അറിയാതെ നമ്മളൊരു സീക്രട്ട് പറയുന്നതിന്. അടുത്തത് ഏതാണ്? എ പീസ് ഓഫ് കേക്ക് ആണ് അല്ലെ. പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്നാണ് അർത്ഥം. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസ് വരുന്നത് The maths test was a piece of cake for Anu. അനുവിന് മാത്സ് പരീക്ഷ വളരെ എളുപ്പമായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം.
അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പമുള്ള ഒരു കാര്യം, അതിനെയാണ് a piece of cake എന്ന് പറയുന്നത്. അടുത്തത് the icing on the cake എന്നാണ്. അതിന്റെ മീനിങ് വരുന്നത് an additional benefit that makes a good situation even better. ഒരു നല്ല സിറ്റുവേഷനെ ഒന്നുകൂടി മനോഹരമാക്കാനായിട്ടുണ്ടാകുന്ന ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു കാര്യം, അതിനെയാണ് icing on the cake എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസ് നമുക്ക് നോക്കാം. Winning the scholarship was wonderful and receiving a laptop was the icing on the cake. എന്താണ്, ഓൾറെഡി ആ സ്കോളർഷിപ്പ് ജയിക്കുക എന്നുള്ളത് വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അതിന് ലാപ്ടോപ്പ് ഗിഫ്റ്റ് ആയി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഐസിങ് ഓൺ ദ കേക്ക് ആണ്. അത് ഒന്നുകൂടി ആ സിറ്റുവേഷനെ മനോഹരമാക്കുകയാണ്. അപ്പൊ അതാണ് ഐസിങ് ഓൺ ദ കേക്ക് എന്ന ഇഡിയോമാറ്റിക് എക്സ്പ്രഷന്റെ മീനിങ് വരുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസും അതിന്റെ മീനിങ്ങും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ആക്ടിവിറ്റി 3 നോക്കാം. ആക്ടിവിറ്റി 3 വരുന്നത് എന്താണ്? Pelayo set up a rabbit warren. Guess the meaning of the above sentence. ഇപ്പൊ ഇവിടെ Pelayo set up a rabbit warren എന്നുള്ളതിൽ സെറ്റ് അപ്പ് എന്നുള്ള വാക്കാണ് ബോൾഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലേ. The word given in italics are phrasal verb. ഇവിടെ സെറ്റ് അപ്പ് എന്നുള്ള വാക്ക് ഒരു ഫ്രേസൽ വെർബിന് ഉദാഹരണമാണ്. നമ്മൾ ഒരു കാര്യം സെറ്റപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ ഒരു കാര്യത്തെ സംഘടിപ്പിച്ച് ഓർഗനൈസ് ചെയ്ത് ഉണ്ടാക്കി വെക്കുക എന്നാണ് അല്ലെ. അതുപോലെ അപ്പ് എന്നുള്ള പ്രൊപ്പോസിഷൻ വരുന്ന കുറച്ച് ഫ്രേസൽ വെർബ്സ് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അതിന് തൊട്ടടുത്തായിട്ട് അതിന്റെ മീനിങ്സും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫ്രേസൽ വെർബും അതിന്റെ മീനിങ്ങും തമ്മിലാണ് മാച്ച് ചെയ്യേണ്ടത്. ആ ഫ്രേസൽ വെർബ്സ് ഏതൊക്കെയാണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? ബ്രിങ് അപ്പ്, സ്പീക്ക് അപ്പ്, ഗിവ് അപ്പ്, കോൾ അപ്പ്, ടേൺ അപ്പ് ആൻഡ് ലുക്ക് അപ്പ്. ഇതാണ് 6 ഫ്രേസൽ വെർബ്സ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോന്നിന്റെയും മീനിങ് ഏതാണ് വരുന്നത് നോക്കാം. അതിൽ ആദ്യത്തെ ഏതാണ്? ബ്രിങ് അപ്പ് ആണ് അല്ലെ. ബ്രിങ് അപ്പ് എന്നുള്ള ഫ്രേസൽ വെർബിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള അർത്ഥമാണ്. അതിന്റെ ഉത്തരം വരുന്നത് ഡി ആണ്. ടു ലുക്ക് ആഫ്റ്റർ എ ചൈൽഡ് അൺടിൽ ഇറ്റ് ഗ്രോസ് അപ്പ്. ഒരു കുട്ടി വളരുന്നത് വരെ അതിനെ ശ്രദ്ധിച്ച് കെയർ ചെയ്യുന്നതിനെയാണ് ബ്രിങ് അപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. എന്താണ്? ടു ഇൻട്രൊഡ്യൂസ് ഓർ മെൻഷൻ എ സബ്ജക്ട്. ഒരു വിഷയം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പെട്ടെന്ന് ഒരു വിഷയത്തെ പറ്റി പറയുക, അതിനെയാണ് ബ്രിങ് അപ്പ് എന്ന് പറയുന്നത്. ആ വിഷയം കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ബ്രിങ് അപ്പ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ ബ്രിങ് അപ്പിന്റെ 2 മീനിങ് വരുന്നത് ആദ്യത്തെ ടു ലുക്ക് ആഫ്റ്റർ എ ചൈൽഡ് അൺടിൽ ഇറ്റ് ഗ്രോസ് അപ്പ് എന്നും ടു ഇൻട്രൊഡ്യൂസ് ഓർ മെൻഷൻ എ സബ്ജക്ട് എന്നുമാണ്. ഇനി അടുത്ത ഫ്രേസൽ വെർബ് ഏതാണ്? സ്പീക്ക് അപ്പ് ആണ്. സ്പീക്ക് അപ്പിന്റെ മീനിങ് വരുന്നത് എ ആണ്. ടു സ്പീക്ക് മോർ ലൗഡ്ലി ഓർ എക്സ്പ്രസ് വൺസ് ഒപ്പീനിയൻ ഫ്രാങ്ക്ലി. ഉറക്കെ നമ്മളുടെ അഭിപ്രായം കൃത്യമായിട്ട് പ്രകടിപ്പിക്കുന്നതിനെയാണ് സ്പീക്ക് അപ്പ് എന്ന് പറയുന്നത്. അടുത്തത് ഗിവ് അപ്പ് ആണ്. ഗിവ് അപ്പ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണ് അല്ലെ. ഞാൻ ആ ശ്രമം ഗിവ് അപ്പ് ചെയ്തു എന്ന് പറയാറുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഒരു കാര്യം ട്രൈ ചെയ്യുന്നത് നിർത്തുന്നതിനെയാണ് ഗിവ് അപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ജി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ടു സ്റ്റോപ്പ് മേക്കിംഗ് ആൻ എഫേർട്ട്. നമ്മൾ ഒരു കാര്യം ട്രൈ ചെയ്യുന്നത് നിർത്തുന്നതിനെയാണ് ഗിവ് അപ്പ് എന്ന് പറയുന്നത്. അടുത്തത് കോൾ അപ്പ് ആണ്. കോൾ അപ്പിന്റെ മീനിങ് വരുന്നത് എഫ് ആണ്. ടു സമ്മൺ സംവൺ ഓർ കോണ്ടാക്ട് സമ്മൺ ഓവർ ദ ഫോൺ. നമ്മൾ ഒരാളെ കാണുകയോ അല്ലെങ്കിൽ ഫോണിൽ കോണ്ടാക്ട് ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് കോൾ അപ്പ് എന്ന് പറയുന്നത്. അടുത്തത് ടേൺ അപ്പ് ആണ്. ടേൺ അപ്പിന്റെ മീനിങ് വരുന്നത് ബി ആണ്. ടു അറൈവ് ഓർ അപ്പിയർ. വരികയോ അല്ലെങ്കിൽ നേരിട്ട് കാണുകയോ ചെയ്യുന്നതിനെയാണ് ടു അറൈവ് ഓർ അപ്പിയർ എന്ന് പറയുന്നത്. അടുത്തത് ലുക്കപ്പ് ആണ്. ലുക്കപ്പിന്റെ മീനിങ് എന്താണ്? ടു ഫൈൻഡ് ഓർ സെർച്ച്. നമ്മൾ അന്വേഷിക്കുന്നതിനെയാണ് ലുക്കപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം മീനിങ് വരുന്നത് സി ആണ്. ടു ഫൈൻഡ് ഓർ സെർച്ച്. ഇങ്ങനെയാണ് ഈ ഫ്രേസൽ വെർബ്സും അതിന്റെ മീനിങ്സും വരുന്നത്. ഈ ഫ്രേസൽ വെർബ്സും അതിന്റെ മീനിങ്സും നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുക. കാരണം എക്സാമിന് നമുക്ക് ഇതുപോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട് വരുമ്പോൾ മീനിങ് അറിഞ്ഞാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ അടുത്ത ആക്ടിവിറ്റി നോക്കാം. Fill in the blanks with appropriate phrasal verbs choosing from those given in the box. അപ്പം നമുക്ക് fill in the blanks ആണ്. അതിന് ആവശ്യമായിട്ടുള്ള ഫ്രേസൽ വെർബ്സ് ഇവിടെ ബോക്സിൽ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണത്? ടേൺ അപ്പ്, ഗിവ് അപ്പ്, ഗെറ്റ് അപ്പ്, മേക്ക് അപ്പ്, സെറ്റ് അപ്പ്. ഇതൊക്കെയാണ് ഫ്രേസൽ വെർബ്സ് തന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ മീനിങ്സ് കണ്ട ഫ്രേസൽ വെർബ്സ് തന്നെയാണ്. നമുക്ക് ആ പാസേജ് വായിച്ചിട്ട് ഇത് ഫിൽ ചെയ്യാം. A large number of curious onlookers turned up at Pelayo's house to catch a glimpse of the mysterious old man with enormous wings. അപ്പൊ എന്താ പറയുന്നത്? ക്യൂരിയസ് ആയിട്ടുള്ള ആകാംക്ഷയുള്ള കുറെ ആളുകൾ ഈ ഓൾഡ് മാനിനെ ഒരു നോക്ക് കാണാനായിട്ട് പെലായോട് വീട്ടിലെത്തി എന്നാണ് പറയുന്നത്. അപ്പൊ അറൈവ് വരുന്നു എന്നുള്ള അർത്ഥം വരുന്നത് ടേൺ അപ്പ് എന്നുള്ള ഫ്രേസൽ വെർബിനാണ്. അപ്പൊ ഇവിടെ പാസ്റ്റ് ടെൻസിലാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ടേൺഡ് അപ്പ് എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പം ഫ്രേസൽ വെർബ്സ് ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ടെൻസ് അനുസരിച്ച് വേണം നമ്മൾ അത് ഫില്ല് ചെയ്യാനായിട്ട്. ഇപ്പൊ ഓൾറെഡി കഴിഞ്ഞ കാര്യമാണ്, അതുകൊണ്ടാണ് ടേൺഡ് അപ്പ് എന്നതിനാക്കിയത്. അപ്പൊ എപ്പിയർ എന്നുള്ള മീനിങ് വരുന്നത് ടേൺഡ് അപ്പ് ആണ്. അടുത്ത സെന്റൻസ് ഏതാണ്? They made up stories about him and annoyed him by throwing stones and pieces of food at him.
എന്താ പറയുന്നത്, അദ്ദേഹത്തെ പറ്റിയിട്ട് കുറെ കഥകളൊക്കെ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് മെയ്ഡ് അപ്പ് എന്നുള്ള ഫ്രേസൽ വെർബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മേക്കപ്പ് ആണ്. അതിനെ നമ്മൾ പാസ്റ്റ് ടെൻസിലേക്ക് ആക്കുമ്പോൾ മെയ്ഡ് അപ്പ് ആണ് അവിടെ വരുന്നത്. അടുത്തത് ഏതാണ്? ദേ ഡിഡ് എവറിത്തിങ് ദാറ്റ് കുഡ് മേക്ക് ദ മാൻ ഗെറ്റ് അപ്പ്. ആ മനുഷ്യൻ ഒന്ന് എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ അവർ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഗെറ്റ് അപ്പ് ആണ് അവിടെ വരുന്ന ഫ്രേസൽ വെർബ്. ആസ് ദ ഓൾഡ് മാൻ ഷോഡ് നോ ഇൻട്രസ്റ്റ് ദേ ഗേവ് അപ്പ് ദ ഐഡിയ. എന്താ പറയുന്നേ, ആ ഓൾഡ് മാൻ ഒരു ഇൻട്രസ്റ്റും കാണിക്കാതായപ്പോ അവർ അവരുടെ ശ്രമം ഉപേക്ഷിച്ചു. ഇപ്പൊ ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥം വരുന്നത് ഏതാണ്? ഗിവ് അപ്പ് ആണ് അല്ലെ. അതിനെ നമ്മൾ പാസ്റ്റ് ടെൻസ് ആക്കിയപ്പോഴാണ് ഗേവ് അപ്പ് എന്ന് അവിടെ വരുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരത്തെ മീനിങ്സ് കണ്ട ഫ്രേസൽ വെർബ്സ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിന് അർത്ഥം അനുസരിച്ചിട്ടും അതിന്റെ ടെൻസ് അനുസരിച്ചിട്ടുമാണ് നമ്മൾ അവിടെ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന് താഴെ ഒരു ചോദ്യം വന്നിട്ടുള്ളത്, ലുക്ക് അപ്പ് ദ ഡിക്ഷണറി ആൻഡ് മേക്ക് എ ലിസ്റ്റ് ഓഫ് ഫ്രേസൽ വെർബ് ബിഗിനിങ് വിത്ത് ഗെറ്റ് ആൻഡ് നോട്ട് ദെയർ മീനിങ്. ഗെറ്റ് എന്ന വാക്കിൽ തുടങ്ങുന്ന ഫ്രേസൽ വെർബ്സ് ഡിക്ഷണറിയിൽ നിന്ന് കണ്ടെത്തിയിട്ട് അതിന്റെ മീനിങ്ങും കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഗെറ്റ് എന്നുള്ള വാക്കിൽ വരുന്ന ഫ്രേസൽ വെർബ്സ് ഒന്ന് നോക്കാം. അപ്പൊ ആദ്യത്തെ ഫ്രേസൽ വെർബ് വരുന്നത് ഗെറ്റ് ഓവർ ആണ്. ഗെറ്റ് ഓവറിന്റെ അർത്ഥം വരുന്നത് ടു റിക്കവർ ഫ്രം സംതിങ്. എന്തെങ്കിലും അസുഖത്തിൽ നിന്നൊക്കെ നമ്മൾ മുക്തി നേടുന്നതിനെയാണ് ഗെറ്റ് ഓവർ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ സെന്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇറ്റ് ടുക്ക് ഹർ വീക്സ് ടു ഗെറ്റ് ഓവർ ദ ഫ്ലൂ. ആ ഫ്ലൂ ഒന്ന് വിട്ടുമാറാനായിട്ട് കുറെ ആഴ്ചകൾ എടുത്തു. അപ്പൊ ഗെറ്റ് ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു റിക്കവർ ഫ്രം സംതിങ്. എന്തിൽ നിന്നെങ്കിലും വിട്ടുമാറുക, എന്തെങ്കിലും അസുഖത്തിൽ നിന്നോ ഷോക്കിൽ നിന്നോ ഒക്കെ വിട്ടുമാറുക, അതിൽ നിന്ന് മുക്തി നേടുന്നതിനെയാണ് ഗെറ്റ് ഓവർ എന്ന് പറയുന്നത്. അടുത്ത ഫ്രേസൽ വെർബ് വരുന്നത് ഗെറ്റ് ഓഫ് ആണ്. ഗെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? ടു ലീവ് എ ബസ്, ട്രെയിൻ എക്സെട്ര. ഒരു ബസ്സിൽ നിന്നോ ട്രെയിനിൽ നിന്നോ ഒക്കെ നമ്മൾ ഇറങ്ങുന്നതിനെയാണ് ഗെറ്റ് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എക്സാമ്പിൾ സെന്റൻസ് ഏതാണ്? വി ഗോട്ട് ഓഫ് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോപ്പ്. ഞങ്ങൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി എന്നാണ് പറയുന്നത്. അടുത്തത് ഗെറ്റ് അറൌണ്ട് ആണ്. ഗെറ്റ് അറൌണ്ടിന്റെ മീനിങ് വരുന്നത് ടു ട്രാവൽ ടു ഡിഫറെന്റ് പ്ലേസസ്, ടു ബിക്കം നോൺ, ടു അവോയ്ഡ് സംതിങ്. ഇതിന് 3 അർത്ഥമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഏതൊക്കെയാണ്? ടു ട്രാവൽ ടു ഡിഫറെന്റ് പ്ലേസസ്, വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുക. ടു ബിക്കം നോൺ, അറിയുക എന്നുള്ള അർത്ഥമുണ്ട്. ടു അവോയ്ഡ് സംതിങ്, എന്തെങ്കിലും കാര്യത്തിനെ നമ്മൾ അവോയ്ഡ് ചെയ്യാം. അതും ഗെറ്റ് അറൌണ്ടിന്റെ അർത്ഥമാണ്. അപ്പൊ അവിടെ സെന്റൻസ് നമുക്ക് നോക്കാം. ഹി ഗെറ്റ്സ് അറൌണ്ട് ബൈ ബൈക്ക്. അവൻ ബൈക്കിലാണ് യാത്ര ചെയ്യുന്നത് എന്ന് ഒരു അർത്ഥം അവിടെ വരുന്നുണ്ട്. അടുത്തത് ദ ന്യൂസ് ഗോട്ട് അറൌണ്ട് ക്വിക്ലി. എന്താണ്? ആ വാർത്ത എല്ലായിടത്തും അറിഞ്ഞു, എല്ലായിടത്തും പരന്നു എന്ന് പറയുന്നുണ്ട്. അതാണ് ടു ബിക്കം നോൺ, എല്ലാവരും അറിയുക എന്നുള്ള അർത്ഥത്തിലാണ് ഈ സെന്റൻസ് വന്നിരിക്കുന്നത്. അടുത്ത ഫ്രേസൽ വെർബ് വരുന്നത് ഗെറ്റ് അഹെഡ് ആണ്. അതിന്റെ മീനിങ് എന്താണ്? ടു ബി സക്സസ്ഫുൾ ഇൻ വൺസ് കരിയർ. ഒരാളുടെ കരിയറിൽ സക്സസ്ഫുൾ ആവുക, ഒരാളുടെ ജോലിയിൽ വിജയിക്കുക എന്നുള്ള അർത്ഥമാണ്. എക്സാമ്പിൾ, ഷീ വർക്ക്ഡ് ഹാർഡ് ടു ഗെറ്റ് അഹെഡ് ഇൻ ദ കമ്പനി. ആ കമ്പനിയിൽ സക്സസ്ഫുൾ ആവാനായിട്ട് അവൾ ഹാർഡ് വർക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. അടുത്തത് ഗെറ്റ് ബൈ ആണ്. ഗെറ്റ് ബൈയുടെ മീനിങ് വരുന്നത് ടു മാനേജ് ഓർ സർവൈവ് എസ്പെഷ്യലി വിത്ത് ഡിഫിക്കൽട്ടി. എന്താണ്? ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസിനെ അതിജീവിക്കുക അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ് ഗെറ്റ് ബൈ എന്ന ഫ്രേസൽ വേർബിൽ വരുന്നത്. അതിനുള്ള എക്സാമ്പിൾ എന്താണ്? വി ഡോണ്ട് ഏൺ മച്ച് ബട്ട് വി ഗെറ്റ് ബൈ. എന്താണ്? ഞങ്ങൾ അത്രയധികം സമ്പാദിക്കുന്നില്ല, പക്ഷെ നമ്മൾ എങ്ങനെയെങ്കിലും അത് മാനേജ് ചെയ്ത് കടന്നു പോകും. അതാണ് ഗെറ്റ് ബൈ എന്നുള്ള വാക്കിന്റെ അർത്ഥം. അടുത്തത് ഗെറ്റ് അലോങ് ആണ്. ഇവിടെ ഗെറ്റ് അലോങ് വിത്ത് എന്നുള്ള യൂസേജ് ആണ് വരുന്നത്. ടു ഹാവ് എ ഗുഡ് റിലേഷൻഷിപ്പ്, നല്ല ബന്ധം ഉണ്ടാവുന്നതിനെയാണ് ഗെറ്റ് അലോങ് വിത്ത് എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കാം. ഹി ഗെറ്റ്സ് അലോങ് വെൽ വിത്ത് ഹിസ് കോവർക്കേഴ്സ്. അവൻ അവന്റെ കോവർക്കേഴ്സുമായിട്ട് നല്ലൊരു ബന്ധത്തിലാണ് എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. അടുത്തത് ഗെറ്റ് എക്രോസ് ആണ്. ഗെറ്റ് എക്രോസിന്റെ മീനിങ് എന്താ? ടു സക്സസ്ഫുള്ളി കമ്മ്യൂണിക്കേറ്റ് an ഐഡിയ ഓർ മെസ്സേജ്. സക്സസ്ഫുൾ ആയിട്ട് ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു ഐഡിയയോ പറയുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ് ഗെറ്റ് എക്രോസിന്റെ. എക്സാമ്പിൾ നോക്കാം. ഷി ഫൗണ്ട് ഇറ്റ് ഹാർഡ് ടു ഗെറ്റ് ഹർ പോയിന്റ് എക്രോസ് ഡ്യൂറിംഗ് ദ മീറ്റിംഗ്. അപ്പം അവളുടെ ഐഡിയ പറയാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു, ബുദ്ധിമുട്ടി എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഐഡിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ഗെറ്റ് എക്രോസ് എന്ന് പറയുന്നത്. അടുത്തത് ഗെറ്റ് അവേ ആണ്. ഗെറ്റ് അവേ എന്ന് പറഞ്ഞാൽ ടു എസ്കേപ്പ് ഓർ ഗോ ഓൺ എ വെക്കേഷൻ. ഒന്നെങ്കിൽ രക്ഷപ്പെടുക അല്ലെങ്കിൽ നമ്മളൊരു വെക്കേഷന് ട്രിപ്പ് പോവുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ദേ മാനേജ്ഡ് ടു ഗെറ്റ് അവേ ഫോർ ദ വീക്കെൻഡ് എന്നാണ് എക്സാമ്പിൾ സെന്റൻസ് വരുന്നത്. അടുത്തത് ഗെറ്റ് അറ്റ് ആണ്. ഗെറ്റ് അറ്റിന്റെ മീനിങ് വരുന്നത് ടു ഇംപ്ലൈ ഓർ സജസ്റ്റ് സംതിങ്. എന്തെങ്കിലും കാര്യം ഇംപ്ലൈ ചെയ്യുകയോ സജസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് ഗെറ്റ് അറ്റ് എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. what exactly are you getting at? ശരിക്കും നീ എന്താണ് പറയുന്നത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ ഗെറ്റ് അറ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം പറയുകയോ സജസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ്. അടുത്തത് ഗെറ്റ് ഔട്ട് ഓഫ് ആണ്.
ഗെറ്റ് ഔട്ട് ഓഫ് എന്നുള്ള ഫ്രേസൽ വെർബിന്റെ മീനിങ് വരുന്നത് ടു അവോയ്ഡ് ഡൂയിങ് സംതിങ്, എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിന് നിർത്തുക, അവോയ്ഡ് ചെയ്യുക എന്നാണ്. എക്സാമ്പിൾ വരുന്നത് ഷീ ട്രൈഡ് ടു ഗെറ്റ് ഔട്ട് ഓഫ് അറ്റൻഡിങ് ദ മീറ്റിംഗ്, അവൾ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം അറ്റൻഡ് ചെയ്യുന്നതിൽ നിന്ന് അവോയ്ഡ് ആവുക, അതിനെയാണ് ഗെറ്റ് ഔട്ട് ഓഫ് എന്ന് പറയുന്നത്. അടുത്തത് ഗെറ്റ് ഇൻ ടു ആണ്. ഗെറ്റ് ഇൻ ടുവിന്റെ മീനിങ് വരുന്നത് ടു ബിക്കം ഇൻട്രസ്റ്റഡ് ഇൻ സംതിങ്, ടു എൻറ്റർ എ പ്ലേസ്. രണ്ടർത്ഥമാണ്. ഒന്നാമത്തത് എന്തിലെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക, അടുത്തത് ടു എൻറ്റർ എ പ്ലേസ്, ഏതെങ്കിലും സ്ഥലത്തേക്ക് നമ്മൾ കടക്കുക എന്നുള്ള അർത്ഥമാണ്. ഷീ ഗോട്ട് ഇൻ ടു പെയിന്റിംഗ് ഡ്യൂറിംഗ് ദ ലോക്ക്ഡൌൺ. ലോക്ക്ഡൌൺ സമയത്ത് അവൾക്ക് പെയിന്റിംഗിൽ ഇൻട്രസ്റ്റ് ആയി എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. അടുത്തത് ഗെറ്റ് ഇൻ ആണ്. ഗെറ്റ് ഇന്റെ മീനിങ് എന്താണ്? ടു അറൈവ് അറ്റ് എ ഡെസ്റ്റിനേഷൻ, ഒരു സ്ഥലത്തേക്ക് നമ്മൾ വരിക എന്നുള്ള അർത്ഥമാണ് ഗെറ്റ് ഇൻ എന്ന ഫ്രേസൽ വെർബിന്റെ. എക്സാമ്പിൾ വാട്ട് ടൈം ഡിഡ് യു ഗെറ്റ് ഇൻ ലാസ്റ്റ് നൈറ്റ്, നീ ഇന്നലെ എത്ര മണിക്കാണ് എത്തിയത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഗെറ്റിന്റെ മീനിങ് വരുന്നത് ടു അറൈവ് അറ്റ് എ ഡെസ്റ്റിനേഷൻ എന്നാണ്. ഇങ്ങനെയാണ് ഗെറ്റ് വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബ്സ് വരുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ട അപ്പ് വെച്ച് അവസാനിക്കുന്ന ഫ്രേസൽ വെർബ്സും അതുപോലെ ഗെറ്റിൽ തുടങ്ങുന്ന ഫ്രേസൽ വെർബ്സും നിങ്ങൾ കൃത്യമായിട്ട് മീനിങ്സും അതിനുള്ളൊരു എക്സാമ്പിൾ സെന്റൻസും പഠിച്ചു വെക്കാം. നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ വരികയാണെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. അടുത്തത് ലെറ്റ്സ് അനലൈസ് എന്നുള്ള ഭാഗമാണ്. അതിൽ ആദ്യത്തെ ആക്ടിവിറ്റി ആയിട്ട് വരുന്നത് ഇൻ ദ ആറ്റിക് എന്ന് പറയുന്ന കഥയിലെ സോൾജിയർ രണ്ട് കാര്യങ്ങൾ പറയുന്നത് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഡയലോഗ് വരുന്നത് യു ഷുഡ് ഹൈഡ് ഇൻ ദ ലോഫ്റ്റ്, അടുത്തത് യു മസ്റ്റ് ഹാങ് ഓൺ ഡു യു ഹിയർ. ലുക്ക് അറ്റ് ദ യൂസ് ഓഫ് ഷുഡ് ആൻഡ് മസ്റ്റ് ഇൻ ദ എബവ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സിലും ബോൾഡായിട്ട് കൊടുത്തിരിക്കുന്നത് ഷുഡ് ആൻഡ് മസ്റ്റ്, ഈ രണ്ട് വാക്കുകളാണ്. വാട്ട് ഡു യു തിങ്ക് ദ വേർഡ്സ് കൺവേ? ഈ വാക്കുകൾ എന്തായിരിക്കും പറയുന്നത്? ഇൻ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ദ സോൾജിയർ ഇൻസ്ട്രക്ട്സ് ദ പിയാനിസ്റ്റ് ടു ഹൈഡ് ഇൻ ദ ലോഫ്റ്റ്. അപ്പൊ ആദ്യത്തെ സെന്റൻസിൽ യു ഷുഡ് ഹൈഡ് ഇൻ ദ ലോഫ്റ്റ് എന്നാണ് പറയുന്നത്. അവിടെ യു ഷുഡ് എന്ന് പറയുമ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ ആണ് കൊടുക്കുന്നത്, നിങ്ങൾ ലോഫ്റ്റിൽ ഒളിച്ചിരിക്കണമെന്ന്. എന്നാൽ രണ്ടാമത്തെ സെന്റൻസിലാണെങ്കിലോ ദ സെക്കൻഡ് ഈസ് എ സ്ട്രോങ് റെക്കമെൻഡേഷൻ ടു റിമെയിൻ ഹോപ്പ്ഫുൾ, പ്രതീക്ഷയോടെ ഇരിക്കണമെന്ന് സ്ട്രോങ് ആയിട്ട് ഒരു റെക്കമെൻഡേഷൻ ആണ് അവിടെ വരുന്നത്. അതുകൊണ്ടാണ് യു മസ്റ്റ് ഹാങ് ഓൺ, നിങ്ങൾ എന്തായാലും പ്രതീക്ഷ കൈവിടരുത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കണ്ടു ഷുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസോ റെക്കമെൻഡേഷൻസോ പറയാനാണെങ്കിൽ മസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ പറയുന്നതിനെയാണ്. അപ്പൊ ഇവിടെ വന്നിട്ടുള്ള ആക്ടിവിറ്റി നൗ ഹൗ വുഡ് യു അഡ്വൈസ് ദ പിയാനിസ്റ്റ് ഗിവൻ ഹിസ് സിറ്റുവേഷൻ? യൂസ് ഷുഡ്, ഷുഡ് നോട്ട്, മസ്റ്റ് ആൻഡ് മസ്റ്റ് നോട്ട്. അപ്പോൾ ഷുഡ്, ഷുഡ് നോട്ട്, മസ്റ്റ് ആൻഡ് മസ്റ്റ് നോട്ട് ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പിയാനിസ്റ്റിന് കൊടുക്കാൻ പറ്റുന്ന അഡ്വൈസുകളാണ് എഴുതേണ്ടത്. നമുക്ക് നോക്കാം. ഒരെണ്ണം അവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. യു മസ്റ്റ് കീപ് യുവർ സെൽഫ് വാം, നിങ്ങൾ ചൂടായിരിക്കണം എന്ന് പറയുന്നു. അടുത്തത് എങ്ങനെയാ വരിക? യു മസ്റ്റ് സ്റ്റേ ആസ് ക്വൈറ്റ് ആസ് പോസിബിൾ ടു അവോയ്ഡ് ബീങ് ഡിസ്കവേർഡ്. നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് എത്രത്തോളം സൈലന്റ് ആയിരിക്കാൻ പറ്റുമോ അത്രത്തോളം ഇരിക്കണം, ആരും കണ്ടുപിടിക്കാതിരിക്കാൻ. അടുത്തത് യു ഷുഡ് റേഷൻ യുവർ ഫുഡ് കെയർഫുള്ളി ടു മേക്ക് ഇറ്റ് ലാസ്റ്റ്. അടുത്തത് എന്താണ്? അടുത്തതൊരു അഡ്വൈസ് ആണ്. നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾ റേഷനായിട്ട് കൃത്യമായ അളവിൽ ഓരോ ദിവസം കഴിക്കണം, അത് ലാസ്റ്റ് ചെയ്യാനായിട്ട്. അടുത്തത് യു മസ്റ്റ് നോട്ട് മേക്ക് എനി നോയ്സ് ദറ്റ് കുഡ് അലേർട്ട് ദ ജർമൻസ്. ജർമൻസ് കേൾക്കുന്ന രീതിയിൽ നിങ്ങൾ ഒരു ശബ്ദവും ഉണ്ടാക്കരുത്. യു ഷുഡ് നോട്ട് ലൂസ് ഹോപ്പ് ഈവൻ ഇൻ സച്ച് ഡെസ്പറേറ്റ് സിറ്റുവേഷൻ. ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണെങ്കിലും നിങ്ങൾ പ്രതീക്ഷ കൈവിടരുത് എന്നാണ് യു ഷുഡ് നോട്ട് ലൂസ് ഹോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ കണ്ട വാക്കുകളിൽ അഡ്വൈസ് പറയാനും സ്ട്രോങ് റെക്കമെൻഡേഷൻസ് പറയാനുമാണ് ഷുഡും മസ്റ്റും യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ആക്ടിവിറ്റിയിൽ നമുക്കൊരു കോൺവെർസേഷൻ ആണ് തന്നിരിക്കുന്നത്. റീഡ് ദിസ് കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ജർമൻ ഓഫീസർ ആൻഡ് ദ പിയാനിസ്റ്റ്. പിയാനിസ്റ്റും ജർമൻ ഓഫീസറും തമ്മിലുള്ള കോൺവെർസേഷൻ നമുക്ക് വായിക്കാം. ഓഫീസർ, യു ഷുഡ് ബി കെയർഫുൾ, സ്റ്റേ ഇൻ ദ ലോഫ്റ്റ് ആസ് ലോങ് ആസ് യു ക്യാൻ. അപ്പം നിങ്ങൾ കെയർഫുൾ ആയിട്ട് ശ്രദ്ധയോടെ ഇരിക്കണം. എത്രത്തോളം നിങ്ങൾക്ക് ലോഫ്റ്റിൽ ഇരിക്കാൻ പറ്റുമോ അത്രത്തോളം ലോഫ്റ്റിൽ തന്നെ ഇരിക്കണം. പിയാനിസ്റ്റ്, യെസ് സർ, ബട്ട് ഐ വുഡ് ലൈക്ക് ടു നോ വൈ യു ആർ സോ കൈൻഡ് ടു മീ. തീർച്ചയായിട്ടും ഞാൻ ഇരിക്കാം, പക്ഷെ എനിക്ക് അറിയണം താങ്കൾ എന്നോട് എന്താണ് ഇത്രയും ദയയോടെ പെരുമാറുന്നത്. ഓഫീസർ, ഐ ഫീൽ ഐ ഓട്ട് ടു ഹാവ് ഹെൽപ്ഡ് മോർ പീപ്പിൾ. ഇറ്റ് കുഡ് ഹാവ് മെയ്ഡ് എ ഗ്രേറ്റ് ഡിഫറൻസ്. അപ്പൊ ഓഫീസർ പറയുന്നത് എന്താണ്? എനിക്ക് കുറച്ചുകൂടി ആളുകളെ രക്ഷിക്കണം എന്നാണ്. പിയാനിസ്റ്റ്, യു മേ നോട്ട് തിങ്ക് സോ ബട്ട് യു ആർ ഡൂയിങ് ഇറ്റ് നൗ സർ. പിയാനിസ്റ്റ് പറയാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, പക്ഷെ നിങ്ങളത് ചെയ്യുന്നുണ്ട്. ഓഫീസർ, യെസ് ഐ അണ്ടർസ്റ്റാൻഡ് ബട്ട് ഐ സ്റ്റിൽ തിങ്ക് യു ഷുഡ് ലീവ് വോൾസോ ആസ് സൂൺ ആസ് പോസിബിൾ. നിങ്ങൾ എത്ര പെട്ടെന്ന് വോൾസോ ലീവ് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം. പിയാനിസ്റ്റ്, ഐ വുഡ് ഇഫ് ഐ ഗെറ്റ് എ ചാൻസ് ബട്ട് ഫോർ ദ മൊമെന്റ് ഐ മസ്റ്റ് ഹൈഡ്. പിയാനിസ്റ്റ് പറയാണ് എനിക്കൊരു ചാൻസ് കിട്ടിയാൽ ഞാൻ എന്തായാലും പോകും, പക്ഷെ ഇപ്പോഴത്തേക്ക് എനിക്ക് ഒളിച്ചിരുന്നേ മതിയാവും. ഓഫീസർ, ഐ വിൽ ട്രൈ ടു ഫൈൻഡ് യു എ വേ ഔട്ട്. യു മസ്റ്റ് ട്രസ്റ്റ് മീ. ഡു യു ഹിയർ? പിയാനിസ്റ്റ്, കുഡ് യു ഗെറ്റ് മീ സംതിങ് ടു ഈറ്റ്? എനിക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും തരാൻ പറ്റുമോ? ഓഫീസർ, I will certainly. You must stay in the loft until I come.
ഞാൻ വരുന്നത് വരെ നിർബന്ധമായിട്ടും ലോഫ്റ്റിൽ തന്നെ ഇരിക്കണം. പിയാനിസ്റ്റ്, താങ്ക് യു ഓഫീസർ. ഓഫീസർ, യു ആർ വെൽക്കം, സ്റ്റേ സേഫ്. അപ്പൊ ഇങ്ങനെയാണ് കോൺവെർസേഷൻ വരുന്നത്. ഇനി ഇതിൽ വരുന്ന ആക്ടിവിറ്റി എന്താണ്? നൗ pick out the statements from the conversation above that denote the following functions. നമുക്കിവിടെ 2 കോളംസ് ആണ് തന്നിരിക്കുന്നത്. ഒരു കോളത്തില് ഫംഗ്ഷൻസും അടുത്ത കോളത്തില് ഈ കോൺവെർസേഷനിൽ നിന്ന് അതിന്റെ എക്സാമ്പിൾസും ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തത് അഡ്വൈസ് ഓർ റെക്കമെൻഡേഷൻ ആണ്. ഒരു ഉപദേശം അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്നതിനെയാണ്. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് വന്നിരിക്കുന്ന സെന്റൻസ് യു ഷുഡ് ബി കെയർഫുൾ, നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം എന്നുള്ളൊരു അഡ്വൈസ് ആണ്. അടുത്തത് ഏതാണ്? പെർമിഷൻ ഓർ പോസിബിലിറ്റി. പെർമിഷൻ അല്ലെങ്കിൽ സാധ്യത ഇത് പറയുന്ന സെന്റൻസ് നമുക്ക് ഈ കോൺവെർസേഷനിൽ നിന്ന് കണ്ടുപിടിക്കാം. അത് വരുന്നത് ഐ വുഡ് ഇഫ് ഐ ഗെറ്റ് എ ചാൻസ് എന്നാണ്. എനിക്കൊരു ചാൻസ് കിട്ടിയാൽ ഞാൻ രക്ഷപ്പെടും എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് ഒരു സാധ്യത പറയുന്നത്. എനിക്കൊരു ചാൻസ് കിട്ടിയാൽ ഞാൻ രക്ഷപ്പെടുന്നതാണ് അല്ലെ. അപ്പൊ ഇവിടെ കിട്ടിയാൽ എന്ന് പറയുന്നത് ഒരു സാധ്യതയാണ്. അടുത്തത് മോറൽ ഒബ്ലിഗേഷൻ. ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത് എന്നുള്ളതിനെയാണ് മോറൽ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് വരുന്നത് ഐ ഫീൽ ഐ ought to have helped more people എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതില് ജർമ്മൻ ഓഫീസർ പറയുന്നതാണ് എനിക്ക് കുറച്ചുകൂടി ആളുകളെ രക്ഷിക്കണം എന്ന്. അടുത്തത് ഇന്റൻഷൻ ഓർ ഫ്യൂച്ചർ ആക്ഷൻ. നമ്മളുടെ ലക്ഷ്യം അല്ലെങ്കിൽ ഭാവിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യം അത് കാണിക്കുന്നത് എന്താണ്? ഐ വിൽ ട്രൈ ടു ഫൈൻഡ് യു എ വേ ഔട്ട്. എന്താണ് ഐ വിൽ എന്നുള്ളൊരു വാക്ക് അവിടെ വരുന്നുണ്ട് അല്ലെ. അതാണ് ഫ്യൂച്ചർ ആക്ഷൻ കാണിക്കുന്നത്. നിനക്ക് പുറത്തു പോകാനായിട്ട് ഞാനൊരു വഴി കണ്ടെത്താം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ഭാവിയിലേക്കുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അത് ഫ്യൂച്ചർ ആക്ഷൻ അല്ലെങ്കിൽ ഇന്റൻഷൻ ആയിട്ട് വരുന്നത്. അടുത്തത് ഒബ്ലിഗേഷൻ ഓർ നെസസിറ്റി. നമ്മൾ ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ ഒരു അത്യാവശ്യമാണ്. അത് വരുന്നത് യു മസ്റ്റ് സ്റ്റേ ഇൻ ദ ലോഫ്റ്റ് അൺടിൽ ഐ കം എന്ന ഡയലോഗാണ്. ഞാൻ വരുന്നത് വരെ നീ ലോഫ്റ്റിൽ തന്നെ ഇരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് അത്രയും നെസസിറ്റിയാണ്, അത്രയും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ നിന്ന് മാറിയാൽ ജർമൻസ് കാണും. അപ്പം നെസസിറ്റി കാണിക്കാനാണ് യു മസ്റ്റ് സ്റ്റേ എന്ന് പറയുന്നത്. അവിടെ മസ്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് എബിലിറ്റി ആണ്, നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവിടെ വരുന്നത് കുഡ് യു ഗെറ്റ് മീ സംതിങ് ടു ഈറ്റ്, എനിക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എബിലിറ്റി കാണിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു കഴിവൊക്കെ കാണിക്കാനായിട്ട് കുഡ് എന്നുള്ള വാക്കാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നിലും നോക്കുകയാണെങ്കിൽ കുറച്ച് വാക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? അഡ്വൈസും റെക്കമെൻഡേഷനും വേണ്ടിയിട്ട് ഷുഡ് എന്ന വാക്കാണ്. പെർമിഷൻ അല്ലെങ്കിൽ പോസിബിലിറ്റി സാധ്യത കാണിക്കാൻ വുഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ മോറൽ ഒബ്ലിഗേഷൻ നമ്മളത് ചെയ്യേണ്ടതാണ് എന്ന് പറയുന്നത് ഓട്ട് എന്നുള്ള വാക്കാണ്. ഇന്റൻഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ ആക്ഷൻ കാണിക്കാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് വില്ലാണ് വരുന്നത്. ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ നെസസിറ്റി ഒരു അത്യാവശ്യം കാണിക്കുന്നത് എന്താണ്? മസ്റ്റ് ആണ്. പിന്നെ എബിലിറ്റി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് കാണിക്കുന്നത് കുഡ് എന്ന വാക്കാണ്. അപ്പൊ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ദ വെർബ്സ് ക്യാൻ, കുഡ്, ഷോൾ, ഷുഡ്, വിൽ, വുഡ്, മേ, മൈറ്റ്, മസ്റ്റ് ആൻഡ് ought are modal auxiliary verbs. They express states of mind such as possibility, ability, obligation, prediction, permission, necessity, etc. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഈ വാക്കുകളെ മോഡൽ ഓക്സിലറി വെർബ്സ് എന്നാണ് പറയാ. ഏതൊക്കെയാണ് ആ വാക്കുകൾ? ക്യാൻ, കുഡ്, ഷാൾ, ഷുഡ്, വിൽ, വുഡ്, മേ, മൈറ്റ്, മസ്റ്റ് ആൻഡ് ought. ഈ വാക്കുകൾ എന്തൊക്കെ സ്റ്റേറ്റ്സ് ഓഫ് മൈൻഡ് കാണിക്കാനാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്? പോസിബിലിറ്റി സാധ്യത, എബിലിറ്റി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവ്, ഒബ്ലിഗേഷൻ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം, പ്രഡിക്ഷൻ എന്താണ് പ്രഡിക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം മുൻകൂട്ടി പ്രവചിക്കാം, പെർമിഷൻ നെസസിറ്റി അത്യാവശ്യം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാനാണ് നമ്മൾ ഈ മോഡൽ ഓക്സിലറി വെർബ്സ് അല്ലെങ്കിൽ മോഡൽസ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റി വരുന്നത് read and complete the following conversation between Pelayo and Elisenda from a very old man with enormous wings. അപ്പോൾ പെലായോയുടെയും എലിസന്റയുടെയും കോൺവെർസേഷൻ ആണ്. അവിടെ നമുക്ക് ഈ മോഡൽ ഓക്സിലറി വെർബ്സ് വെച്ചിട്ടാണ് ഫിൽ ചെയ്യേണ്ടത്. നമുക്ക് വായിക്കാം. പെലായോ, വി ഷുഡ് ട്രൈ ടു ഹെൽപ്പ് ദ ഓൾഡ് മാൻ. നമുക്ക് ആ ഓൾഡ് മാനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ അവിടെ ഷുഡ് ആണ് വരിക. അടുത്തത് എലിസെൻഡ, ദറ്റ്സ് റൈറ്റ്, ഡാഷ് യു ഹെൽപ്പ് മീ ക്ലീൻ ഹിസ് വിങ്സ്. ഇപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്യോ എന്നാണ് ചോദിക്കുന്നത്. ഭാവിയിലുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അവിടെ വില്ലാണ് വരിക. വിൽ യു ഹെൽപ്പ് മീ ക്ലീൻ ഹിസ് വിങ്സ്. അടുത്തത് പെലായോ, ഓഫ് കോഴ്സ് വി ഡാഷ് ബി കെയർഫുൾ. ഓട്ട് ടു ക്യാനും വരുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അതൊരു ഒബ്ലിഗേഷൻ ആണ്. അപ്പൊ അവിടെ ought to ആണ് വരുന്നത്. ഓഫ് കോഴ്സ് വി ought to be careful. വി ഡാഷ് നോട്ട് ഹേർട്ട് ദ ഓൾഡ് മാൻ. നമ്മൾ നിർബന്ധമായിട്ടും ഓൾഡ് മാനെ വേദനിപ്പിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ വി മസ്റ്റ് ആണ് വരുന്നത്. മസ്റ്റ് ആണ് അല്ലെ, സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ് കാണിക്കുന്നത്. വി മസ്റ്റ് നോട്ട് ഹേർട്ട് ദ ഓൾഡ് മാൻ. എലിസെൻഡ,
ഷുഡ് വി കീപ് ഹിം ഇൻഡോർസ്, ഹി മൈറ്റ് ഫ്ലൈ അവേ. നമുക്ക് അകത്ത് കൊണ്ടുപോകണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അവിടെ ഷുഡ് ആണ് വരുന്നത്. അടുത്തത് പെലായോ എന്താ പറയുന്നത്? ആ ഓൾഡ് മാന് പറക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു കഴിവിനെയാണ് അല്ലെ പറയുന്നത്. അപ്പൊ ഒരു എബിലിറ്റിയെ പറയുന്നത് ക്യാൻ, കുഡ്, ഈ രണ്ട് മോഡൽ ഓക്സിലറി വെർബ്സ് ആണ്. അപ്പൊ ഇവിടെ വരുന്നത് ഹി കാൺ ഫ്ലൈ, ഹി മസ്റ്റ് വെയിറ്റ് ടിൽ ഹി ഹീൽസ്. അപ്പൊ ഇവിടെ കാണ്ടാണ്, കാരണം അവിടെ ഒരു എബിലിറ്റിയാണ് കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഈ കോൺവെർസേഷൻ വരുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2, റീഡ് ദ സെന്റൻസ് ഗിവൻ ബിലോ. എലിസൻഡ bought some pumps with heels and many dresses of silk. Now read the sentence again. Elisenda bought some satin pumps with high heels and many dresses of iridescent silk. What changes do you notice in the second sentence? നമുക്കിവിടെ രണ്ട് സെന്റൻസ് തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ സെന്റൻസിൽ നിന്നും എങ്ങനെയാണ് രണ്ടാമത്തെ സെന്റൻസ് വ്യത്യസ്തമായിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ സെന്റൻസിൽ പറയുന്നത് എന്താണ്? എലിസൻഡ bought some pumps with heels and many dresses of iridescent silk എന്നാണെങ്കിൽ രണ്ടാമത്തെ സെന്റൻസ് വരുമ്പോൾ കുറച്ചുകൂടി വാക്കുകൾ അവിടെ എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. എന്തൊക്കെയാണ്? എലിസൻഡ bought some satin pumps. നേരത്തെ പംപ്സ് എന്നുള്ള വാക്കിൽ നിന്ന് ഇവിടെ സാറ്റിൻ പംപ്സ് ആണ്. വിത്ത് ഹീൽസ് ആയിരുന്നു ആദ്യം. ഇപ്പൊ എങ്ങനെയാണ്? ഹൈ ഹീൽസ് ആൻഡ് ഡ്രസ്സസ് ഓഫ് സിൽക്ക് എന്നുള്ളതിൽ ഇവിടെ സിൽക്കിന് പകരം ഇറിഡിസന്റ് സിൽക്ക് എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഓരോ നൗണിനും അതിനൊന്നുകൂടി വിശേഷിപ്പിക്കാനായിട്ട് കുറച്ചുകൂടി വാക്കുകൾ അതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഗിവൻ ബിലോ ആർ എ ഫ്യൂ ഫ്രേസസ് ഫ്രം ദ സ്റ്റോറി. അണ്ടർലൈൻ ദ വേർഡ്സ് സിമിലർ ടു ദ വൺസ് ഇൻ ദ എബവ് എക്സാമ്പിൾ. നമ്മൾ നേരത്തെ വായിച്ചതുപോലെയുള്ള വാക്കുകളാണ് നമ്മൾ ഇവിടെ കണ്ടെത്തേണ്ടത്. കഥയിൽ നിന്നുള്ള ഫ്രേസസ് തന്നെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ അതിൽ ആദ്യത്തെ ഏതാണ്? അൺഫോർച്ചുനേറ്റ് ഇൻവാലിഡ്സ് എന്നാണ്. അതിലെന്താ പറയുന്നത്? നിർഭാഗ്യകരമായിട്ടുള്ള എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളുകളെയാണ് അൺഫോർച്ചുനേറ്റ് ഇൻവാലിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇൻവാലിഡ്സ് എന്നുള്ള വാക്കിന് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വാക്കാണ് അൺഫോർച്ചുനേറ്റ് എന്നത്. അടുത്തത് ക്യാപ്റ്റീവ് ഏഞ്ചൽ എന്നാണ്. ക്യാപ്റ്റീവ് ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തടവില് ബന്ദിയാക്കപ്പെട്ട മാലാഖ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഏഞ്ചൽ എന്നുള്ള വാക്കിനെ ഒന്നുകൂടി ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടാണ് ക്യാപ്റ്റീവ് ഏഞ്ചൽ. എങ്ങനത്തെ ഏഞ്ചലാണ്? ബന്ധനത്തിലുള്ള മാലാഖ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് സെനേൽ വൾച്ചർ. വൾച്ചർ എന്നുള്ള വാക്കിനെ ഒന്നുകൂടി വിശേഷിപ്പിക്കുകയാണ്. അടുത്തത് സൂപ്പർ നാച്ചുറൽ വിർച്യു. വിർച്യു എന്ന വാക്കിനെ അമാനുഷികമായിട്ടുള്ള ഗുണങ്ങൾ എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. അപ്പം വെറുതെ വിർച്യു എന്ന് പറയാതെ സൂപ്പർ നാച്ചുറൽ എന്നുള്ള വാക്കാണ് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. Can you identify the function of the underlined words? What do they tell us about the nouns? നൗൺസിനെ പറ്റി ഈ വാക്കുകൾ എന്താണ് നമ്മളോട് പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. These underlined words are adjectives that describe the quality or condition of the nouns. ഈ അണ്ടർലൈൻ ചെയ്ത വാക്കുകളെ adjectives എന്നാണ് പറയാ. നൗണിന്റെ ക്വാളിറ്റി, നൗണിന്റെ ഗുണം അല്ലെങ്കിൽ അതിന്റെ അവസ്ഥ, അതിനെ കാണിക്കാനാണ് ഈ adjectives യൂസ് ചെയ്യുന്നത്. അപ്പം വെറുതെ ഏഞ്ചൽ എന്ന് പറയാതെ ബന്ധനത്തിലാക്കപ്പെട്ട മാലാഖ എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഏഞ്ചലിന്റെ ഒരു കണ്ടീഷനാണ് അവിടെ പറയുന്നത്. അപ്പൊ ഈ വാക്കുകൾ ആ നൗണിനെ പറ്റി കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാണ്. അതിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ കണ്ടീഷൻ, ഇങ്ങനത്തെ വാക്കുകളെയാണ് നമ്മൾ adjectives എന്ന് പറയുന്നത്. Make similar phrases creating pairs from the words given in the box below and complete the sentences. One has been done for you. അപ്പൊ നേരത്തെ നമ്മൾ കണ്ടു ഒരു അഡ്ജക്റ്റീവും ഒരു നൗണും കൂടി ചേർത്തിട്ടുള്ള ഫ്രേസുകൾ. അപ്പൊ അതുപോലെ ഈ ബോക്സിൽ നിന്ന് എടുത്തിട്ട് ഫ്രേസുകൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ട്. Did you hear any unusual noise? നീ അൺയൂഷ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും ശബ്ദം കേട്ടോ, പരിചയമില്ലാത്ത എന്തെങ്കിലും ശബ്ദം കേട്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം നോയ്സ് എന്നുള്ള വാക്കിന്, ആ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പരിചയമില്ലാത്ത ശബ്ദം, അൺയൂഷ്വൽ നോയ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ അൺയൂഷ്വൽ ആണ് അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്, നോയ്സ് വരുന്നത് നൗൺ ആണ്. ഇതുപോലെ നമുക്ക് ഈ സെന്റൻസുകൾ, താഴെ തന്നിരിക്കുന്ന സെന്റൻസുകളിലും ഫ്രേസുകൾ ഉണ്ടാക്കണം. ഈ തന്നിരിക്കുന്ന ബോക്സിലെ വാക്കുകൾ യൂസ് ചെയ്തിട്ടാണ് നമുക്കത് ഉണ്ടാക്കേണ്ടത്. അപ്പൊ അതെങ്ങനെയാ വരാൻ നോക്കാം. രണ്ടാമത്തെ വരുന്നത് Pelayo took tremendous effort to pull the old man out of the mud. Pelayo വളരെ കഠിനമായിട്ടുള്ള ശ്രമം നടത്തി ആ ഓൾഡ് മാനെ എടുക്കാനായിട്ട് എന്നാ പറയുന്നത്. അപ്പോൾ ശ്രമം എന്നുള്ള എഫേർട്ട് എന്നുള്ള നൗണിനെ ഒന്നുകൂടി വിശേഷിപ്പിക്കുകയാണ്. കഠിനമായിട്ടുള്ള ശ്രമം, അതിനാണ് ട്രെമൻഡസ് എഫേർട്ട് എന്നുള്ള യൂസേജ് അവിടെ വന്നിരിക്കുന്നത്. അടുത്തത് ദ ഹാപ്പി ചൈൽഡ് പ്ലേഡ് വിത്ത് ദ ഓൾഡ് മാൻ. എങ്ങനത്തെ കുട്ടിയാണ്? വളരെ സന്തോഷമുള്ള കുട്ടി എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ചൈൽഡ് എന്ന നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഹാപ്പി എന്നുള്ള അഡ്ജക്റ്റീവ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ദ ഇൻതൂസിയാസ്റ്റിക് ക്രൗഡ് ഫ്ലോക്ക്ഡ് ടു പെലായോസ് ഹൗസ്. എങ്ങനത്തെ തിരക്കാണ്? വളരെ ആകാംക്ഷയുള്ള ജനങ്ങളുടെ കൂട്ടാണ് അല്ലെ വരുന്നത്. അതുകൊണ്ടാണ് ഇൻതൂസിയാസ്റ്റിക് ക്രൗഡ് എന്ന് പറയുന്നത്. അടുത്തത് പീപ്പിൾ കെയിം ടു സീ ദ ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. അത് നമുക്കറിയാലേ എങ്ങനത്തെ ചിറകാണ്? എനോമസ് ആയിട്ടുള്ളത്. അപ്പം എനോമസ് എന്നുള്ള വാക്കാണ് അവിടെ അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് എന്താണ് അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി എന്നത്.
Adjectives of quality or descriptive adjectives show the quality of a person, thing or experience. നമ്മൾ ഈ കണ്ടതൊക്കെ ഒരു വസ്തുവിന്റെ ക്വാളിറ്റിയെ പറ്റി പറയുന്നതാണ്. അതുപോലെയുള്ള അഡ്ജക്റ്റീവ്സിനെയാണ് ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി. അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി എന്തൊക്കെയാണ് കാണിക്കുന്നത്? ഒരു വസ്തുവിന്റെയോ വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസിന്റെയോ ക്വാളിറ്റി, അതിന്റെ ഗുണം എങ്ങനെയാണ് എന്നാണ് കാണിക്കുന്നത്. You might have visited a picnic spot recently. Describe your experience. What made the trip memorable? Try to use as many adjectives of quality as possible in your description. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഈ അടുത്ത് പോയിട്ടുള്ള ഏതെങ്കിലും പിക്നിക് സ്പോട്ടിനെ പറ്റി ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ട് അതിൽ നിങ്ങൾക്ക് ചേർക്കാൻ പറ്റുന്നത്ര ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ് ചേർക്കാനാണ്. ഇനി അടുത്ത ആക്ടിവിറ്റി എന്താണ് വരുന്നത്? Read the sentence below. Look at the words highlighted. How are they used in the sentence? അപ്പൊ താഴെ തന്നിരിക്കുന്ന സെന്റൻസുകൾ വായിച്ചിട്ട് അതിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന വാക്കുകളാണ് നമുക്ക് നോക്കണ്ടേ. ഗബ്രിയേൽ ഗാർഷ്യ മാർക്യൂസ് 100 Years of Solitude is an enormously successful novel. The weather was unusually calm. The hike offered a tremendously breathtaking view of the hill and the valley. അപ്പൊ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? എനോമസ്ലി, അൺയൂഷ്വലി, ട്രെമൻഡസ്ലി. ഇതുപോലെയുള്ള വാക്കുകൾ നമ്മൾ നേരത്തെ അഡ്ജക്റ്റീവ്സ് ആയിട്ട് കണ്ടതാണ് അല്ലെ. എനാമസ് എന്നുള്ള അഡ്ജക്റ്റീവ് നമ്മൾ കണ്ടു, അതുപോലെ അൺയൂഷ്വൽ എന്നുള്ള അഡ്ജക്റ്റീവ് കണ്ടിട്ടുണ്ട്, ട്രെമൻഡസ് എന്നുള്ള അഡ്ജക്റ്റീവ്സ് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനാമസ് എന്നുള്ള വാക്കിന് എനാമസ്ലി, അൺയൂഷ്വൽ എന്നുള്ള വാക്കിന് അൺയൂഷ്വലി എന്നൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് എന്ത് ടൈപ്പ് വേർഡ്സ് ആണെന്ന് നമുക്ക് നോക്കാം. ടു ഫോം മോസ്റ്റ് ഓഫ് ആഡ്വേർബ്സ് ഓഫ് മാനർ ഇൻ ഇംഗ്ലീഷ് വി ആഡ് ലി ടു ദ adjective. ഇവിടെ എന്താ പറയുന്നത്? ഒരു adjectiveന് ശേഷം നമ്മൾ ly ലി എന്ന് ആഡ് ചെയ്താൽ നമുക്ക് adverbs of manner ആണ് കിട്ടുന്നത്. adverb എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം നമ്മൾ എങ്ങനെ ചെയ്തു എന്ന് കാണിക്കുന്നതിനെയാണ് adverb എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് adjectives ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് adverb യൂസ് ചെയ്യുന്നത്. ഒരു വേർബ്, ഒരു ക്രിയ എങ്ങനെ ചെയ്തു എന്ന് കാണിക്കുന്നതാണ് adverb of manner. അപ്പൊ ഇവിടെ ഒരു adjectiveന്റെ കൂടെ ly ചേർത്താൽ നമുക്ക് adverb of manner കിട്ടും. enormous എന്നുള്ള adjectiveന്റെ കൂടെ ly ചേർത്തപ്പോൾ നമുക്ക് enormously കിട്ടി. അതുപോലെ unusual എന്നുള്ള adjectivesന്റെ കൂടെ ly ചേർത്തപ്പോൾ unusually, അതുപോലെ തന്നെ tremendous, tremendously. ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരു adjectiveന്റെ കൂടെ ly ചേർത്താലാണ് നമുക്ക് adverb of manner കിട്ടുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റി വരുന്നത് എന്താണ്? fill in the blanks choosing from the options given. ഇവിടെ ഒരു പാസേജ് തന്നിട്ടുണ്ട്, അതിൽ ഓപ്ഷൻസ് ചൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് വരുന്നത് adverbs of manner ആണ്. അപ്പൊ അതെങ്ങനെയാ വരികയെന്ന് നമുക്ക് നോക്കാം. He could scarcely eat and his eyes had also become so foggy that he went about bumping into posts. അപ്പൊ അവന് തീരെ കഴിക്കാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സ്കാർസ്ലി എന്നുള്ള adverb ആണ് വരുന്നത്. അടുത്തത് പെലായോ gently threw a blanket over him and let him sleep in the shed. അപ്പൊ പെലായോ പതുക്കെ ഒരു ബ്ലാങ്കറ്റ് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ ത്രൂ എന്നുള്ള വേർബ് എങ്ങനെയാണ് ചെയ്തത്? പതുക്കെ, ജെന്റ്ലി ആണ് ചെയ്തത്. അത് കാണിക്കാനാണ് ഇവിടെ ജെന്റ്ലി എന്നുള്ള adverb of manner യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് only then did they notice that he had an extremely high temperature at night. അപ്പോഴാണ് അവർ മനസ്സിലാക്കിയത് അദ്ദേഹത്തിന് ഒരു ഹൈ ടെമ്പറേച്ചർ ഉണ്ട് രാത്രിയിൽ നിന്ന്. അപ്പോൾ എങ്ങനത്തെ ടെമ്പറേച്ചർ ആണ്? വളരെയധികം ചൂട് കൂടുതലാണ്, അതുകൊണ്ടാണ് എക്സ്ട്രീംലി ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അടുത്തത് they thought he was going to die and yet he miraculously survived. അവർ വിചാരിച്ചു ഓൾഡ് മാൻ മരിക്കാനായിട്ട് പോവുകയാണെന്ന്, പക്ഷേ മിറാക്കുലസ് ആയിട്ട്, അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ സർവൈവ് ചെയ്തു, അതിജീവിച്ചു എന്ന് പറയുന്നതിനെ ഒന്നുകൂടി വിശേഷിപ്പിക്കാനാണ് മിറാക്കുലസ്ലി സർവൈവ്ഡ് എന്ന് പറയുന്നത്. അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ സർവൈവ് ചെയ്തു എന്നുള്ള വേർബിനെ ഒന്നുകൂടി ഡിസ്ക്രൈബ് ചെയ്യാനാണ് മിറാക്കുലസ്ലി എന്ന adverb of manner യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. adjectives എന്ന് പറയുന്നത് നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ്, അതിന്റെ ഗുണങ്ങളെ കാണിക്കാനാണെങ്കിൽ adverb of manner എന്ന് പറയുന്നത് ഒരു കാര്യം എങ്ങനെ ചെയ്തു എന്ന് കാണിക്കുന്നതാണ്. അടുത്ത ആക്ടിവിറ്റി വരുന്നത് കംപ്ലീറ്റ് ഈച്ച് സെന്റൻസ് യൂസിംഗ് അപ്രോപ്രിയേറ്റ് ഫോംസ് ഓഫ് വേർഡ്സ് ഗിവൺ ഇൻ ദ ബോക്സ് വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. ഇതുപോലെ adjectivesഉം adverbsഉം യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരെണ്ണം നമുക്കിവിടെ തന്നിട്ടുണ്ട്. ജോൺ വാസ് എ ക്വിക്ക് ലേണർ ആൻഡ് ഹി ക്വിക്ലി ഗ്രാസ്പ്ഡ് ദി കോംപ്ലക്സ് കോൺസെപ്റ്റ്. എന്താ പറയുന്നത്? ജോൺ ഒരു ക്വിക്ക് ലേണർ ആണ്, പെട്ടെന്ന് ഒരു കാര്യം പഠിക്കുന്ന കുട്ടിയാണ്. ആൻഡ് ഹി ക്വിക്ലി ഗ്രാസ്പ്ഡ് ദി കോംപ്ലക്സ് കോൺസെപ്റ്റ്. ബുദ്ധിമുട്ടുള്ള കോൺസെപ്റ്റുകൾ അവൻ പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്തു, പെട്ടെന്ന് തന്നെ പഠിച്ചെടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ പെട്ടെന്ന് പഠിച്ചെടുത്തു എന്ന് കാണിക്കാനാണ് ക്വിക്ലി ഗ്രാസ്പ്ഡ് എന്ന് പറയുന്നത്. ക്വിക്ക് ലേണർ ആണ്, അപ്പൊ അവിടെ അഡ്ജക്റ്റീവും ക്വിക്ലി ഗ്രാസ്പ്ഡ് എന്ന് പറയുമ്പോൾ അവിടെ adverb ആണ് വരുന്നത്.
ഇനി അടുത്തത് നോക്കാം. ഇനി അടുത്തത് എങ്ങനെയാണ് വരുന്നത്? ദ ഷെഫ് കെയർഫുള്ളി പ്രിപ്പയർഡ് ദ ഡെലിക്കേറ്റ് ഡിഷ് യൂസിങ് പെർഫെക്റ്റ് മെഷർമെന്റ്സ്. എങ്ങനെയാണ് ആ ഷെഫ് എങ്ങനെയാ പ്രിപ്പയർ ചെയ്തത്? വളരെ ശ്രദ്ധയോടെയാണ് ഉണ്ടാക്കിയത്. അപ്പൊ ഉണ്ടാക്കിയത് ആ പ്രിപ്പറേഷനെയാണ് കെയർഫുള്ളി പ്രിപ്പയർഡ് എന്ന് പറയുന്നത്. എങ്ങനത്തെ മെഷർമെന്റ്സ്, എങ്ങനത്തെ അളവുകളാണ്? വളരെ കൃത്യമായിട്ടുള്ള അളവുകൾ എടുത്തിട്ട്. അപ്പം പെർഫെക്റ്റ് മെഷർമെന്റ്സ് എന്നാണ് അവിടെ വരുന്നത്. അടുത്തത് ദ പെർഫെക്റ്റ് സമ്മർ ഡേ എൻഡഡ് ഹാപ്പിലി വിത്ത് എ സ്റ്റണ്ണിംഗ് സൺസെറ്റ്. ആ സമ്മർ ഡേ നല്ലൊരു സന്തോഷമുള്ളൊരു സൂര്യാസ്തമയം കൊണ്ട് അവസാനിച്ചു എന്നാണ് പറയുന്നത്. അപ്പം സമ്മർ ഡേ എങ്ങനത്തെ സമ്മർ ഡേ ആണ്? പെർഫെക്റ്റ് സമ്മർ ഡേ ആണ്. അപ്പൊ സമ്മർ ഡേയെ വിശേഷിപ്പിക്കാനാണ് പെർഫെക്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. എങ്ങനെയാണ് എൻഡ് ചെയ്തത്? സന്തോഷത്തിലാണ്. അപ്പം എൻഡഡ് ഹാപ്പിലി എന്നാണ് വരുന്നത്. അടുത്തത് മേരി ഈസ് എ ഹാപ്പി പേഴ്സൺ ഹു ലോവ്സ് ഹാപ്പിലി വെൻ സ്പെൻഡിങ് ടൈം വിത്ത് ഫ്രണ്ട്സ്. മേരി എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഹാപ്പി പേഴ്സൺ ആണ്. ഹു ലോവ്സ് ഹാപ്പിലി വെൻ സ്പെൻഡിങ് ടൈം വിത്ത് ഫ്രണ്ട്സ്. ഫ്രണ്ട്സിനോട് കൂടി സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ചിരിക്കുകയാണ്. ചിരിക്കുക എന്നുള്ള വേർബിനെയാണ് ഇവിടെ ലോവ്സ് ഹാപ്പിലി, വളരെ സന്തോഷത്തിൽ ചിരിക്കുന്നു എന്ന് പറയുന്നത്. അടുത്തത് ദ നെർവസ് ഹോസ്റ്റ് ഗ്രീറ്റഡ് ഹെർ ഗെസ്റ്റ്സ് കെയർഫുള്ളി ഹോപ്പിംഗ് എവറിത്തിങ് വുഡ് ഗോ സ്മൂത്ത്ലി. എന്താണ്? സ്വീകരിക്കാൻ നിൽക്കുന്ന ആതിഥേയ എങ്ങനെയാണ്? നെർവസ് ആണ്, വളരെ ടെൻഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നെർവസ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഗസ്റ്റുകളെ ട്രീറ്റ് ചെയ്തത്? കെയർഫുള്ളി, വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഗസ്റ്റിനെ ഗ്രീറ്റ് ചെയ്തു. അപ്പൊ എങ്ങനെയാണ് ഗ്രീറ്റ് ചെയ്തത് എന്ന് കാണിക്കാനാണ് കെയർഫുള്ളി എന്നുള്ള ആഡ്വേർബ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ആഡ്വേർബ് ഓഫ് മാനർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. അടുത്തത് ലെറ്റ്സ് കോൺവേഴ്സ് എന്നുള്ള ഭാഗമാണ്. അവിടെ ആക്ടിവിറ്റി 1 വരുന്നത് ലുക്ക് അറ്റ് ദ പിക്ചർ. ഹാവ് യു സീൻ സച്ച് സൈൻസ് ഓൺ ദ റോഡ്? ഹൗ ഡു ദേ ഹെൽപ്പ് ദ ട്രാവലർ? വാട്ട് ആർ ദേ കോൾഡ്? അൺസ്ക്രാമ്പിൾ ദ ജംബിൾ ആൻഡ് ഫൈൻഡ് ദ വേർഡ്. നിങ്ങൾ ഇതുപോലത്തെ പോസ്റ്റുകളൊക്കെ, സിഗ്നൽസ് ഒക്കെ റോഡിൽ കണ്ടിട്ടുണ്ടോ? അത് നമ്മൾ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ബോർഡുകളൊക്കെ നമുക്ക് സ്ഥലം, ഡിറക്ഷൻ മനസ്സിലാക്കാനാണ് അല്ലെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ താഴെ തന്നിരിക്കുന്ന സ്ക്രാമ്പിൾഡ് ആയിട്ട് കിടക്കുന്ന അക്ഷരങ്ങളെ നമുക്ക് അൺസ്ക്രാമ്പിൾ ചെയ്താൽ കിട്ടുന്ന വാക്ക് എന്ന് പറയുന്നത് സൈൻ പോസ്റ്റ് എന്നാണ്. അപ്പൊ ഇങ്ങനത്തെ ഈ ബോർഡുകളെ സൈൻ പോസ്റ്റ് എന്നാണ് പറയുന്നത്. നമുക്ക് വഴി തെറ്റുമ്പോഴൊക്കെ വഴി കാണിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ സൈൻ പോസ്റ്റ്. It helps us find our way when we are lost. It shows us the direction we need to take. നമ്മൾ എടുക്കേണ്ട ഡിറക്ഷൻ കാണിച്ചു തരുന്നതാണ് ഈ സൈൻ പോസ്റ്റുകൾ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭാഷയിലുള്ള സൈൻ പോസ്റ്റുകളെ പറ്റിയിട്ടാണ്. നമുക്ക് 2 പാസേജ് ആണ് ഇവിടെ വായിക്കാൻ തന്നിരിക്കുന്നത്. Now read the passages given below and identify the differences in their flow of ideas. ഈ 2 പാസേജും വായിച്ചിട്ട് അതിലെ ഐഡിയാസ് എങ്ങനെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്, അതിലുള്ള വ്യത്യാസമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യത്തത് വായിക്കാം. മാർക്ക് ആന്റണി begins his eulogy cleverly stating that he has no intention of praising Caesar. He highlights Caesar's generosity and the kindness to the people of Rome. He slyly turns the tables on the conspirators, questioning their motives and loyalty. The crowd's emotions quickly shift from calm to anger and outrage. Antony plainly expresses the conspirators' treachery. The crowd becomes furious, demanding justice. Antony's masterful oration succeeds in expertly stirring the Romans to avenge the murder. ഇങ്ങനെയാണ് ഫസ്റ്റ് പാസേജ് വരുന്നത്. ഇനി നമുക്ക് ബി വായിച്ചിട്ട് എന്താണ് ഡിഫറൻസ് എന്ന് നോക്കാം. മാർക്ക് ആന്റണി begins his eulogy cleverly stating that he has no intention of praising Caesar. Then he highlights Caesar's generosity and kindness to the people of Rome. ഇവിടെ എന്താ വ്യത്യാസം വന്നിരിക്കുന്നത്? Then എന്നുള്ളൊരു വാക്ക് അവിടെ വരുന്നുണ്ട് അല്ലെ. അടുത്തത് നെക്സ്റ്റ്. He slyly turns the tables on the conspirators, questioning their motives and loyalty. ഇവിടെ വന്നിരിക്കുന്ന വാക്ക് ഏതാണ്? നെക്സ്റ്റ് ആണ്. നേരത്തെ then ആയിരുന്നു, ഇപ്പൊ നെക്സ്റ്റ് എന്നുള്ള വാക്ക് അവിടെ വന്നിട്ടുണ്ട്. അടുത്തത് meanwhile the crowd's emotions quickly shift from calm to anger and outrage. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന വാക്ക് ഏതാണ്? meanwhile എന്നുള്ള വാക്കാണ്. Following this, Antony plainly expresses the conspirators' treachery. Consequently, the crowd becomes furious, demanding justice. Finally, Antony's masterful oration succeeds in expertly stirring the Romans to avenge the murder. അപ്പൊ ഇവിടെ എക്സ്ട്രാ വന്നിരിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? then, next, meanwhile, finally, following this, consequently. ഈ വാക്കുകളൊക്കെയാണ് ആദ്യത്തെ പാസേജിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഈ വാക്കുകളെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ സൈൻ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? Pick out the words from the passage that gives it clarity and help to connect ideas and events. ഈ പാസേജിന് അർത്ഥം തരികയും 2 ഐഡിയാസിനെ കണക്ട് ചെയ്യാനായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്ന വാക്കുകൾ ഏതൊക്കെയാണ് എന്നാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് ആ വേർഡ്സ് വരുന്നത്? then, next, meanwhile, following, consequently and finally.
ഈ വാക്കുകളാണ് രണ്ട് ഐഡിയാസിനെ കണക്ട് ചെയ്യാനായിട്ട് ഈ പാസേജിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ പാസേജ് ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. മാർക്ക് ആന്റണി ബിഗിൻസ് ഹിസ് യുലോജി ക്ലെവർലി സ്റ്റേറ്റിംഗ് ദാറ്റ് ഹി ഹാസ് നോ ഇന്റൻഷൻ ഓഫ് പ്രൈസിംഗ് സീസർ. ദെൻ ഹി ഹൈലൈറ്റ്സ്, അതിനുശേഷം അവൻ പറയുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ ഏറ്റവും അവസാനം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഫൈനലി ആന്റണീസ് മാസ്റ്റർഫുൾ ഒറേഷൻ സക്സീഡ്സ് എന്നൊക്കെ. അപ്പൊ ഫൈനലി എന്ന് പറഞ്ഞ എന്താണ്, അവസാനം ഇതുണ്ടാവുന്നു എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ഫൈനലി എന്നുള്ള വാക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അവസാനം എന്തുണ്ടാവുന്നു, ആ ഒരു ഫ്ലോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനത്തെ വാക്കുകളെ നമ്മൾ ഇംഗ്ലീഷിൽ സൈൻ പോസ്റ്റിംഗ് എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ലിങ്കേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തിനാണ് ലിങ്കേഴ്സ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നത്? Linkers are words that help us join ideas or sentences. രണ്ട് ആശയങ്ങളെയോ അല്ലെങ്കിൽ രണ്ട് സെന്റൻസുകളെയോ ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകളെയാണ് ലിങ്കേഴ്സ് എന്ന് പറയുന്നത്. ദേ ഷോ വാട്ട് ഹാപ്പൻസ് ഫസ്റ്റ്, നെക്സ്റ്റ്, അറ്റ് ദ സെയിം ടൈം ഓർ ആസ് എ റിസൾട്ട്. അപ്പൊ ഈ വാക്കുകൾ എന്തൊക്കെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്? ആദ്യം എന്ത് നടന്നു, അതിനുശേഷം എന്താണ് നടക്കുന്നത്, ഒരേ സമയം എന്താണ് നടക്കുന്നത്, ഒരു കാര്യത്തിന്റെ റിസൾട്ട് ആയിട്ട് എന്താണ് നടക്കുന്നത്, ഇതൊക്കെ കാണിക്കാനാണ് നമ്മൾ ഈ ലിങ്കേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കണ്ട വാക്കുകൾ തന്നെ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ദെൻ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? അതിനുശേഷം എന്ന് പറയാനാണ്. അതുപോലെ തന്നെയാണ് നെക്സ്റ്റും, ഒരു കാര്യം കഴിഞ്ഞതിന് ശേഷം എന്തുണ്ടായി എന്ന് പറയാനാണ്. മീൻ വൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് കാര്യങ്ങൾ ഒരേ സമയം നടക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻ ആണ് മീൻ വൈൽ. ഫോളോയിങ് എന്ന് പറഞ്ഞാൽ ഇതിനെ തുടർന്ന് ഇതുണ്ടായി എന്ന് പറയുന്നു. അടുത്തത് കോൺസിക്വന്റ്ലി, ഒരു കാര്യത്തിന്റെ ഫലമായിട്ട് ഒരു കാര്യം ഉണ്ടായി, അപ്പോഴാണ് നമ്മൾ കോൺസിക്വന്റ്ലി എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഫൈനലി ആണ്. ഫൈനലി എന്താണ്, ഏറ്റവും അവസാനം എന്താണ് ഉണ്ടായത് എന്ന് പറയാനാണ് ഫൈനലി എന്ന് പറയുന്ന ലിങ്കർ നമ്മൾ യൂസ് ചെയ്യുന്നത്. നൗ കമ്പയർ ദ ഫ്ലോ ഓഫ് ഐഡിയാസ് ഇൻ പാസേജ് എ ആൻഡ് പാസേജ് ബി. How does the use of linkers in passage B improve the coherence and flow of information? ഇവിടെ പറഞ്ഞിരിക്കുന്നത് പാസേജ് എയിലെയും പാസേജ് ബിയിലെയും ഫ്ലോ ഓഫ് ഐഡിയാസിനെ കമ്പയർ ചെയ്യാനാണ്. എങ്ങനെയാണ് അതിൽ ഐഡിയാസ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്, അതിലെന്താണ് വ്യത്യാസം, ഈ ലിങ്കേഴ്സ് യൂസ് ചെയ്തതുകൊണ്ട് തന്നെ പാസേജ് ബിയിലെ ഫ്ലോ ഓഫ് ഐഡിയാസ് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെയാണ്. The use of linkers in passage B improves the clarity and smooth flow of ideas. പാസേജ് ബിയിൽ ലിങ്കേഴ്സ് യൂസ് ചെയ്തതുകൊണ്ട് തന്നെ ആ ഐഡിയാസിന് നല്ലൊരു സ്മൂത്ത് ഫ്ലോ ഉണ്ട് അല്ലെ. നമ്മൾ പാസേജ് എ വായിച്ചപ്പോൾ ഒരു സെന്റൻസിന് ശേഷം അടുത്ത സെന്റൻസ് അങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ പാസേജ് ബി വരുമ്പോൾ ഈ ലിങ്കേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ശേഷം ഇതുണ്ടായി, ഒരു കാര്യത്തിന്റെ ഫലമായിട്ട് ഒന്നുണ്ടായി, ഇങ്ങനെ നമുക്ക് ഒരു ഐഡിയാസ് എങ്ങനെയാണ് കണക്ട് ആവുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ട്. It helps the reader follow the events in the correct order and understand the connection between them. അപ്പൊ ഇത് ഈ കഥയിൽ നടന്ന സംഭവങ്ങൾ ഒരു ഓർഡറിൽ മനസ്സിലാക്കാനും അവ തമ്മിലുള്ള കണക്ഷൻ മനസ്സിലാക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി എന്താ ഇവിടെ ആക്ടിവിറ്റി വന്നിരിക്കുന്നത്? മാച്ച് ദ ലിങ്കേഴ്സ് ടു ദെയർ ഫംഗ്ഷൻസ് ഇൻ ദ ഫോളോയിങ് ടേബിൾ. അപ്പൊ നമുക്കിവിടെ രണ്ട് കോളത്തിൽ ലിങ്കേഴ്സും അതിന്റെ ഫംഗ്ഷൻസും തന്നിട്ടുണ്ട്. അതിനെയാണ് നമുക്ക് മാച്ച് ചെയ്യേണ്ടത്. അപ്പം നമുക്കത് മാച്ച് ചെയ്തിട്ട് എങ്ങനെയാ വരാൻ നോക്കാം. ആദ്യത്തത് ദെൻ ആണ്. ദെൻ എന്നുള്ള ലിങ്കർ നമ്മൾ യൂസ് ചെയ്യുന്നത് സീക്വൻസ് അല്ലെങ്കിൽ ഓർഡർ കാണിക്കാനാണ്. അപ്പൊ ഇവിടെ മാർക്ക് ആന്റണിയുടെ കാര്യം പറയുമ്പോൾ തന്നെ പറഞ്ഞു അല്ലെ, ആദ്യം ഇങ്ങനെ ചെയ്തു, ദെൻ ഹി സെഡ് ദാറ്റ്, അങ്ങനെ. അപ്പൊ ഒരു കാര്യത്തിന് ശേഷം ഒന്ന് ചെയ്തു എന്ന് കാണിക്കാൻ, ആ ഓർഡർ കാണിക്കാനാണ് ദെൻ എന്നുള്ള ലിങ്കർ യൂസ് ചെയ്യുന്നത്. അടുത്തത് നെക്സ്റ്റ് ആണ്. നെക്സ്റ്റ് നമുക്കറിയാം അല്ലെ, അടുത്തത് എന്നാണ് അർത്ഥം. അപ്പൊ അതുപോലെ തന്നെ സീക്വൻസ് കാണിക്കാൻ, ഒന്നിനു ശേഷം എന്ത് നടന്നു എന്ന് കാണിക്കാനാണ് നെക്സ്റ്റ് എന്നുള്ള ലിങ്കർ യൂസ് ചെയ്യുന്നത്. അടുത്തത് മീൻ വൈൽ ആണ്. മീൻ വൈൽ എന്ന് പറഞ്ഞാൽ സൈമൾട്ടേനിയസ് ഇവന്റ്സ് കാണിക്കാനാണ്. ഒരേ സമയം നടക്കുന്ന രണ്ട് കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ മീൻ വൈൽ എന്നുള്ള ലിങ്കർ യൂസ് ചെയ്യുന്നത്. അടുത്തത് ഫോളോയിങ് ആണ്. ഫോളോയിങ് എന്നുള്ള ലിങ്കർ നമ്മൾ യൂസ് ചെയ്യുന്നത് കോസ് ആൻഡ് ഇഫക്റ്റ് കാണിക്കാനാണ്. ഒരു കാര്യം നടന്നു, അതിന്റെ ഫലമായിട്ട് ഈ കാര്യം ഉണ്ടായി എന്ന് പറയുമ്പോഴാണ് ഫോളോയിങ് എന്നുള്ള ലിങ്കർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് കോൺസിക്വന്റ്ലി ആണ്. കോൺസിക്വന്റ്ലി എന്ന് പറയുന്നത് ഒന്നിന്റെ ഫലമായിട്ട് ഇതാണ് റിസൾട്ട് എന്ന് കാണിക്കാനാണ്. കോൺസിക്വൻസ് അല്ലെങ്കിൽ സീക്വൻസ് അല്ലെങ്കിൽ റിസൾട്ട്, ഈ കാര്യങ്ങൾ കാണിക്കാനാണ് കോൺസിക്വന്റ്ലി എന്നുള്ള ലിങ്കർ യൂസ് ചെയ്യുന്നത്. അടുത്തത് ഫൈനലി ആണ്. ഫൈനലി എന്നുള്ള ലിങ്കർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഇൻഡിക്കേറ്റ് കൺക്ലൂഷൻ, ഒരു കാര്യത്തിന് ഏറ്റവും അവസാനം എന്തുണ്ടായി, കൺക്ലൂഷൻ ആയിട്ട് എന്താണ് ഉണ്ടായത് എന്ന് കാണിക്കാനാണ് ഫൈനലി എന്നുള്ള ലിങ്കർ യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ടേബിൾ എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓരോ ലിങ്കേഴ്സും അത് ഏത് സന്ദർഭങ്ങളിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതും എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ആക്ടിവിറ്റി നോക്കാം. Fill in the blanks with appropriate signposting expressions, choosing from those given in the brackets. അപ്പൊ നേരത്തെ കണ്ടതുപോലെ തന്നെ 3 സെന്റൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതില് ലിങ്കേഴ്സ് യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് ഫിൽ ചെയ്യാനായിട്ട്. ആദ്യത്തെ സെന്റൻസ് വരുന്നത് Pelayo dragged the old man away from the mud and Dash locked him up in the chicken coop എന്നാണ്. അപ്പൊ ആദ്യം എന്താ പറയുന്നത്? പെലായോ ഡ്രാഗ് ചെയ്തിട്ട്
പിന്നെ ലോക്ക് ചെയ്തു എന്നാണ് അല്ലെ. അപ്പൊ പിന്നെ അതിനുശേഷം നടന്നു എന്ന് കാണിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് then എന്നുള്ള ലിങ്കർ ആണ്. Pelayo dragged the old man away from the mud and then locked him up in the chicken coop. അടുത്ത സെന്റൻസ് വരുന്നത് Elisenda was burdened with work following the arrival of the crowd to see the very old man. ഇവിടെ പറയുന്നത് ഓൾഡ് മാനെ കാണാൻ വന്നിട്ടുള്ള ക്രൗഡ് കാരണം എലിസെന്തയ്ക്ക് കുറെ ജോലിയായി എന്നാണ്. അപ്പം ഒരു കാര്യത്തിന്റെ റിസൾട്ട്, ഒരു കോസ് ആൻഡ് ഇഫക്റ്റ്, ഇതിന്റെ ഫലമായിട്ടുണ്ടായി എന്ന് പറയാനാണ് ഫോളോയിങ് എന്നുള്ള ലിങ്കർ നമ്മൾ യൂസ് ചെയ്യുന്നത്. എലിസെൻഡ വാസ് ബേർഡൻ വിത്ത് വർക്ക് ഫോളോയിങ് ദ അറൈവൽ ഓഫ് ദ ക്രൗഡ്. ക്രൗഡ് വന്നത് കൊണ്ട് എന്നാണ്. അപ്പൊ ഫോളോയിങ് ആണ് അവിടെ വരുന്നത്. അടുത്തത് അവസാനം ഇതുണ്ടായി എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം അവസാനം അല്ലെങ്കിൽ കൺക്ലൂഷൻ കാണിക്കാനായിട്ട് ഫൈനലി എന്നുള്ള ലിങ്കറാണ് യൂസ് ചെയ്യുന്നത്. Finally, the old man was just an imaginary dot on the horizon of the sea. അപ്പം ഫൈനലി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് കൺക്ലൂഷൻ കാണിക്കാനാണ്. എല്ലാവർക്കും ലിങ്കർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പമുള്ള ഒരു ഗ്രാമർ പോർഷനാണ് ഈ ലിങ്കർ അല്ലെങ്കിൽ സൈൻ പോസ്റ്റിംഗ് എക്സ്പ്രഷൻസ്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ആക്ടിവിറ്റിയോട് കൂടിയിട്ട് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ കംപ്ലീറ്റ് ഗ്രാമർ പോർഷൻ കഴിയാണ്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത ചാപ്റ്റർ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതുവരെ എല്ലാവർക്കും ബൈ.